അവരൊന്ന് ശാസിച്ചു പോയാൽ അല്ലെങ്കിൽ അവരൊന്ന് അടിച്ചാൽ അപ്പം നമ്മുടെ സ്വഭാവം മാറും. അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത്. ഇനിയുള്ള തലമുറയെങ്കിലും ബന്ധങ്ങളുടെ മൂല്യം അത് വീടുകളിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ അവൻ മരിച്ചു, സാരില്ല, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയേക്കാം, അങ്ങനെയല്ല. അവർ ചെയ്ത് തെറ്റാണ് അവർക്ക് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നാളെ ലോകത്തിൻ്റെ മുന്നിൽ വരാൻ പോകുന്നത് 5 ക്രിമിനൽസ് ആയിരിക്കും. ഇന്ന് അവരൊരാളെ കൊന്നെങ്കിൽ നാളെ അവർ അതുപോലെ 10 പേരെ നിസ്സാര കാര്യങ്ങൾക്ക് അവരുടെ ഇതിന് വേണ്ടിയിട്ട് അവർ കൊന്നിരിക്കും. അല്ലെങ്കിൽ നല്ല രീതിക്ക് ആ മക്കൾ ഒരിക്കലും വളരത്തില്ല. ഇതൊരു പാഠമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ പറയുന്ന വീട്ടിലാണെങ്കിലും മക്കൾക്ക് നല്ല നല്ല ശിക്ഷകൾ, തെറ്റ് ചെയ്താൽ അവർക്ക് നല്ല ശാസന കൊടുക്കണം, നല്ല അടി കൊടുക്കേണ്ട. നമ്മുടെ അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുത്ത് തന്നെ വളർത്തണം, അടി കൊടുത്ത് തന്നെ വളർത്തണം. അതിനകത്ത് നമ്മൾ ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട. എൻ്റെ മകൻ ഒരു ദിവസം എന്നോട് ഏറ്റവും കൂടുതൽ പറയുന്ന വാക്യം ലവ് യു അമ്മി എന്ന. അവൻ എപ്പോഴും പറയും, എല്ലാവരും ചിരിക്കും അത് കേൾക്കുമ്പോൾ, വീട്ടിലുള്ളവർ ചിരിക്കും, ഷോപ്പിൽ വരുമ്പോൾ അവർ ചിരിക്കും. കാരണം അവൻ അത് സ്ഥലവും സന്ദർഭവും ഒന്നും നോക്കത്തില്ല. അവൻ എന്നോട് ലവ് യു അമ്മി, ആ ഒരു ട്യൂണുണ്ട്, ആ ഒരു ട്യൂണിൽ പറയും. ഞാൻ അവനെ ശാസിച്ചും അടിച്ചും ഒക്കെ തന്നെ വളർത്തുന്നത്. പക്ഷെ അവന് എന്നിട്ടും എന്നോട് ലവ് യു പറയാൻ തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നറിയാം, ഞാൻ അവനോട് തെറ്റിതാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കൊടുത്ത് വളർത്തിയത് കൊണ്ടാണ്. അപ്പം നമ്മളുടെ മക്കളെ ശാസിച്ചുകൊണ്ട് ഒരിക്കലും അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം പോകാൻ പോണില്ല. അതിനെക്കാട്ടും ഉപരി നമ്മളോടുള്ള ബഹുമാനവും ഇഷ്ടമൊക്കെ അവർക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ അവർ ചിന്തിക്കും, എൻ്റെ അച്ഛൻ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ്, എൻ്റെ അമ്മ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു മിടുക്കനായിട്ട് വളർന്നതെന്ന്, നല്ലൊരു മിടുക്കിയായിട്ട് വളർന്നതെന്ന് ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാകും. അപ്പോൾ ആ സമയം അവർക്ക് നമ്മളോട് അഭിമാനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇതൊരു പേരൊന്നും എനിക്കറിയത്തില്ല, ഒരു കഥയിൽ വായിച്ചതുപോലെ, ആരാണ് പേര് മറന്നു കേട്ടാ, ഇങ്ങനെ കെട്ടിത്തൂക്കി കൊല്ലുന്നതിന് മുമ്പ് അമ്മയെ കൊണ്ടുവന്നപ്പോൾ അമ്മയുടെ ചെവി കടിച്ചെടുത്ത. അപ്പം മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, പേര് ഞാൻ മറന്നു, എനിക്ക് ഓർമ്മയില്ല. അന്നേരം പിന്നെ നീതിപാലകർ ചോദിക്കുമ്പോൾ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മയാണ് എന്നെ ഇങ്ങനെ ആക്കിയെന്ന് പറയും. നാളെ നമ്മുടെ മക്കളും ഓരോരോ തെറ്റുകൾ ചെയ്ത് വന്നിട്ട് അമ്മേ നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, അല്ല അച്ഛ നിങ്ങളെ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന് പറയുന്നതിന് പകരം അവർക്ക് നിറഞ്ഞ അഭിമാനത്തോടെ പറയാൻ സാധിക്കണം, എൻ്റെ അച്ഛനും അമ്മയും കാരണമാണ് ഞാൻ ഇത്രയും മിടുക്കിയായതെന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുടുംബത്തെ നമ്മൾ മക്കളെ അങ്ങനെ വളർത്തണം. ഇപ്പം നമ്മൾ ഓരോ കുട്ടികളും ചെയ്യുന്നതിന് പാരൻസ് ഒരുപാട് ഇത് കേൾക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് അർഹതപ്പെട്ടതാണ്. കാരണം നമ്മൾ അതുപോലെ ഇപ്പം അഫാൻ ചെയ്ത് ചെറിയ ചെറിയ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അഫാൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. അത് അവരുടെ അച്ഛനെ ഒളിപ്പിച്ച് വെച്ചു, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് ഒളിപ്പിച്ച് വെച്ചു. ഇപ്പം കടവും കടബാധ്യതയൊക്കെ ഇല്ലാത്ത എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ 25 ലക്ഷത്തിന് മുകളിൽ രൂപ കടമുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് വരുന്ന എല്ലാവരോടും നമുക്ക് ആ കടമാണ്, അവരുടെ തലയിൽ പൊളിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ പിടിച്ചങ്ങോട്ട് പോലീസിനെ ഏൽപ്പിച്ചേക്കാം. അങ്ങനെയല്ല, നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കളെ നമ്മളെങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ കുട്ടികളും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നത്. എങ്ങനെ നമുക്കത് നല്ല രീതിക്ക് ഏത് വലിയ പ്രശ്നത്തിനെയും നമ്മൾ ഇടപെടുന്ന പോലെ ഇരിക്കും. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യമാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമവഴിയുണ്ട്, ആ നിയമവഴിയിൽ പോട്ടെ. അല്ലാതെ നമ്മൾ ചുറ്റിയെ എടുത്ത് മക്കളുടെ കയ്യിൽ കൊടുത്ത് അല്ല അതിന് നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് 100 വട്ടം അവൻ്റെ ചെവിയിൽ 100 വട്ടം ആത്മഹത്യ ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാകണം. ഒരു പക്ഷേ നമ്മൾ കുറ്റം പറയണമല്ല, 100 വട്ടം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ പറയുമ്പോൾ അവനും അവൻ്റെ തലയിൽ അതാ ഫീഡ് ചെയ്തത്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയെ ഉള്ളൂ മാർഗം എന്നാണ് അവൻ്റെ തലയിലുള്ളത്. അല്ലാതെ ഇതിനെ മറികടക്കാൻ വേറെ എന്തെങ്കിലും, നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അവർ പുറത്തോട്ട് വരുന്നത്. കാരണം എന്താ, അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിന് മരണമേ മാർഗമുള്ളൂ അങ്ങനെ ചിന്തിച്ച് അതിന് പകരം വേറെ എത്ര നല്ല രീതിയിൽ അവരുടെ തലയിലേക്ക് ചിന്തകളെ നമുക്ക് എത്തിച്ചു കൊടുക്കാമായിരുന്നു. അത് പക്ഷെ ചെയ്തില്ല. എന്ത് ചെയ്യാനാണ്. ഇനി വരുന്ന തലമുറയെങ്കിലും നന്നായി വളരട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കട്ടെ. വളർന്നു വരുന്ന ആമക്കളുള്ള വീട്ടിൽ അച്ഛനെയും അമ്മയും സമാധാനമായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റണമെങ്കിൽ ഇനി വരുന്ന തലമുറയെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, മക്കൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര വലിയ ജോലിക്കാരാണ്, ഡോക്ടർ എഞ്ചിനീയർ, അങ്ങനെ എന്ത് വലിയ ഹൈ പൊസിഷനിലായിക്കോട്ടെ, കൂലിപ്പണി ചെയ്യുന്നവരായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, എന്ത് തിരക്കുള്ളവരാണെങ്കിലും അച്ഛനും അമ്മയും അവർ ആ മക്കൾക്ക് വേണ്ടി ഒരു 10
മിനിറ്റ് മാറ്റി വെച്ച് ഇന്ന് സ്കൂളിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് അവരോട് ചോദിച്ച് 10 ദിവസം ചോദിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി A to Z കാര്യങ്ങൾ പറയും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നും അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ എവിടെ പോയി എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷം, ഇന്ന് എങ്ങനെയായിരുന്നു, അവിടെ പോയി ആരെയൊക്കെ കണ്ട്, എന്ത് സംസാരിച്ചു, വെറുതെയെങ്കിലും ചോദിക്കും. അത് അപ്പം അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർ ഓപ്പൺ മൈൻഡ് ആകും. അവർക്ക് തോന്നും ഇന്ന് ഇത് അമ്മയോട് പറയണം, അല്ലെങ്കിൽ ഇത് അച്ഛനോട് പറയണം എന്നൊരു ചിന്ത അവർക്കുണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എന്താ പറയുക, മക്കളെ ഇങ്ങനെ എന്ത് ചെയ്താലും പൊതിഞ്ഞ് പിടിക്കാതെ ലാളന കുറക്ക്, ഒരുപാട് അങ്ങോട്ട് ലാളിക്കേണ്ട. മക്കൾക്ക് അറിയാം മാതാപിതാക്കൾക്ക് സ്നേഹമുണ്ടെന്ന്. പിന്നെ ഇപ്പം ഇങ്ങനെ പൊന്നാരിപ്പിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് അങ്ങനെ വഷളാക്കാനില്ല. കൊഞ്ചിക്കാം, ലാളിക്കാം, സ്നേഹിക്കാം, അതെല്ലാം അവർക്ക് കിട്ടേണ്ട അളവിൽ കൊടുക്ക്. അതിനോടൊപ്പം തന്നെ എല്ലാവരും ശാസന എന്ന് പറയുന്ന കാര്യവും കൊടുക്ക്. കുറച്ചൊക്കെ അധ്യാപകർക്ക് വിട്ടുകൊടുക്ക്. അപ്പോൾ അവരാകുമ്പോൾ കുറച്ചുകൂടെ ഇതായിട്ട് കുട്ടികളെ ആ സ്കൂളിൽ നടക്കുന്ന അവരുടെ ബിഹേവിയറിൻ്റെ കുറേ കാര്യങ്ങൾ സ്കൂളിലാകുമ്പോഴാണ് അധ്യാപകർക്ക് അത് എളുപ്പം മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ ഇനിയുള്ള കാലത്തെങ്കിലും ഇതിനൊക്കെ കുറച്ച് മാറ്റം വരുമായിരിക്കും. ഇപ്പം ഈ മദ്യം, മയക്കുമരുന്ന് അങ്ങനത്തെ സംഭവങ്ങൾ, അപ്പം അതൊക്കെ ഉണ്ടാകുമ്പോഴും കുറച്ചായിട്ടൊക്കെ കുട്ടികൾ അത് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ പറ്റും. ഈ പറഞ്ഞ മാതിരി കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കുക, മൊബൈൽ ഫോൺ ഒരു പരിധിവരെ അത് സ്കൂളിൽ കൊടുത്തുവിടാതിരിക്കുക. എന്തിനാണ് രാവിലെ പോയാൽ വൈകുന്നേരം വരുമെന്ന് നമുക്ക് ഉറപ്പല്ലേ, അല്ലാതെ പോണ വഴിക്ക് അങ്ങനെ പോകത്തില്ലല്ലോ. നമ്മളെന്തിനാണ് സ്കൂളിൽ മൊബൈൽ ഫോൺ വെറുതെ കൊടുത്തു വിടുന്നത്? അതൊക്കെ പല ഇത് ഇപ്പം കണ്ട 14 വയസ്സുള്ള ചെക്കനും 13 വയസ്സുള്ള പെണ്ണും 15 വയസ്സുള്ള ചെക്കനും അങ്ങനെ പ്രഗ്നൻ്റ് ആവുകയാണ്. അപ്പം അതൊക്കെ എന്താണ് സംഭവിക്കണത് നമ്മുടെ ലോകത്ത്? ഒക്കെ മൊബൈലിൻ്റെയൊക്കെ ദുരുപയോഗമൊക്കെ അതിനകത്തൊക്കെ